നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് മൊഡ്യൂൾ നമ്പർ 3 ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ അതിൻ്റെ ലിങ്കും അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നോട്ട് എഴുതുക. ഇപ്പോൾ മൊഡ്യൂൾ നമ്പർ 3 എഴുതുക. എന്നിട്ട് ഇത് എഴുതേണ്ടത് വെക്റ്റർ ഡിഫറൻസിയേഷന് സൈഡ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഞാൻ പറയുന്ന ഡെഫിനിഷൻസ് മാത്രം എഴുതുക. പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുക കേട്ടോ. ഞാൻ പറയുന്ന സെക്ഷൻ വരെ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ പ്രോബ്ലംസ് കുറച്ച് തരാം. അത് നിങ്ങൾ ET ലാബിൽ ഹോംവർക്കായിട്ട് അപ്ലോഡ് ചെയ്യണം. ഞാൻ അതിൻ്റെ ഈ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അത് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ മൊഡ്യൂൾ നമ്പർ 3. അതിൻ്റെ മൊഡ്യൂൾ നമ്പർ 3യുടെ പേര് എന്ന് പറയുന്നത് വെക്റ്റർ ഡിഫറൻസിയേഷനാണ്. അപ്പോൾ അതിൽ ആദ്യം പറയുന്ന ഡെഫിനിഷൻ ഈ ബോക്സിൽ കണ്ടോ, ഈ ഡെഫിനിഷനാണ് ആദ്യം നിങ്ങൾ എഴുതേണ്ടത്. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എഴുതിയതിനു ശേഷം ഡെഫിനിഷൻ നമ്പർ 1 കൊടുത്തിട്ട് just a vector valued function of a real variable t is a rule which associate each real value t in a subset D of the set of real numbers to a unique vector R of t. The set D is called the domain of R of t. ഫസ്റ്റ് നമ്മൾ പറയുന്നത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ്. അതായത് നമ്മൾ എപ്പോഴും വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ R of t. ഇവിടെ മേലെ കണ്ടോ, R of t ഈക്വൽ ടു x of t ഇൻറ്റു I പ്ലസ് y of t ഇൻറ്റു j പ്ലസ് z of t ഇൻറ്റു k എന്ന് എഴുതുന്നത് കണ്ടോ. ഇതാണ് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. അതായത് R of t എന്നാണ് ജനറലി ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ith കമ്പോണൻറ്റിനെ നമ്മൾ x of t എന്ന് വിളിക്കും, jth കമ്പോണൻറ്റിനെ y of t എന്ന് വിളിക്കും, z of t എന്ന് പറയുന്നത് kth കമ്പോണൻ്റ് ആയിരിക്കും. ഇതിനെ നമ്മൾ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരു ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ചിഹ്നത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വെക്റ്റർ എഴുതാറില്ലേ. ഇപ്പോൾ 1 2 3 എന്ന് പറയുന്ന വെക്റ്ററിന് I പ്ലസ് 2j പ്ലസ് 3k എന്ന് എഴുതാറില്ലേ. അതേപോലെ തന്നെ x of t, y of t, z of t ഈ രണ്ട് നൊട്ടേഷൻ ആയാലും കുഴപ്പമില്ല. I J K കമ്പോണൻറ്റ് യൂസ് ചെയ്ത് എഴുതാണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ജസ്റ്റ് ആരോ മാർക്കിൻ്റെ ഉള്ളിൽ എഴുതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് വെക്റ്റർ വാല്യൂ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആദ്യം എഴുതുക. ദെൻ ജസ്റ്റ് R of t ഈക്വൽ ടു x of t ഇൻറ്റു I പ്ലസ് y of t ഇൻറ്റു j പ്ലസ് z of t ഇൻറ്റു k എന്ന് എഴുതി വെച്ചാൽ മതി. അതാണ് അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കി. പിന്നെ പറയുന്ന വെക്റ്റർ വാല്യൂ ഫംഗ്ഷനെ ഗ്രാഫിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. ഈ എക്സാമ്പിൾ 3.1 കണ്ടോ, ലെറ്റ് R of t ഈക്വൽ ടു t സ്ക്വയർ 2t. അതായത് അതിന് വേറെ റെപ്രസെൻറ്റേഷൻ എന്താ എഴുതാം, ith കമ്പോണൻറ്റ്. ആദ്യം എഴുതുന്നതാണ് ith കമ്പോണൻറ്റ്. അതായത് t സ്ക്വയർ I പ്ലസ് 2tj എന്ന് എഴുതാം. അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ആദ്യം എഴുതുന്നത് എന്താ, x of t അല്ലേ. സോ x of t ഈക്വൽ ടു t സ്ക്വയർ, y of t ഈക്വൽ ടു അവിടെ എന്താ വരിക 2t. അതെന്ന് പറയുന്നതാണ് അതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ, വൈ ഈക്വൽ ടു 2t. അപ്പോൾ വൈ സ്ക്വയർ എന്താ വരിക, വൈ സ്ക്വയർ എന്ത് വരും, 4t സ്ക്വയർ വരും അല്ലേ. അപ്പോൾ 4 ഇൻറ്റു ടി സ്ക്വയറിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് കൊടുക്കാം. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറയുന്ന പരാബോളയുടെ പാരാമെട്രിക് ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ. R of t ഈക്വൽ ടു ടി സ്ക്വയർ 2t എന്ന് പറയുന്നത് ഏത് കർവിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ x of t എന്ന് എടുത്ത് എഴുതുക, y of t എന്ന് എടുത്ത് എഴുതുക. എന്നിട്ട് എക്സും വൈയും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ടി ഈക്വൽ ടു അവിടെ നിന്ന് എന്താ വരിക, റൂട്ട് എക്സാണ് വരിക. അങ്ങനെ ചെയ്താലും മതി. എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ ആണെങ്കിൽ ടി എന്ത് വരും, റൂട്ട് എക്സ് വരും. അപ്പോൾ വൈ ഈക്വൽ ടു 2tയിൽ ടിയുടെ വാല്യൂ റൂട്ട് എക്സ് കൊടുത്താൽ വൈ ഈക്വൽ ടു എന്താ വരിക, 2 റൂട്ട് എക്സ് ആണ് വരിക. അങ്ങനെ ഒരു ഫോം നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. നമ്മൾ പഠിച്ചത് വൈ സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറയുന്ന ഫോം അല്ലേ പരാബോളുടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും, വൈ സ്ക്വയർ ഈക്വൽ ടു 4x. അതായത് വൈ സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറയുന്ന പരാബോളുടെ പാരാമെട്രിക് ഇക്വേഷനാണ് ടി സ്ക്വയർ 2t എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കി. ഇവിടെ കോസ് ടി സൈൻ ടി ടി എന്ന് പറയുന്നത് ഏതിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എക്സ് ഓഫ് ടി വരുന്നത് കോസ് ടി ആണ്, വൈ ഓഫ് ടി വരുന്നത് സൈൻ ടി ആണ്, സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ആണ് വരുന്നത്. അപ്പോൾ അതാദ്യം എടുത്തെഴുതുക. എക്സ് ഓഫ് ടി എന്താണെന്ന് എഴുതുക, വൈ ഓഫ് ടി എന്താണെന്ന് എഴുതുക, സെഡ് ഓഫ് ടി എന്താണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണെന്ന് പറയാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്താണെന്ന് പറയാം, നമുക്ക് 1 ആണെന്ന് പറയാം അല്ലേ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ അറിയാവുന്നതെന്ന് പറയുന്നത് കോസ് ടി സൈൻ ടി ആണ്. അപ്പോൾ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു എന്താണ്, 1 ആണ്. സോ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടും. അതായത് 0 0 സെൻറ്ററും 1 റേഡിയസും ആയ സർക്കിളിനെ
പിന്നെ സെഡ് ഓഫ് ടി ഇവിടെ ടി ആണ്. ടി എന്ന് പറയുന്നത് വേരി ചെയ്യാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടേ വരികയാണ്. ഇവിടെ കണ്ടോ. അപ്പോൾ അതായത് ഈ സർക്കിള് 0 സെൻറ്ററും 1 റേഡിയസ് ഉള്ള സർക്കിൾ ഹൈറ്റിലോട്ട് പോവുകയാണ്. സർക്കുലർ ഡിസ്കിലാണ് മൂവ് ചെയ്യുന്നത്. സോ അതൊരു സർക്കുലർ ഹെലിക്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ തന്നെ ചോദിക്കുള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ചോദിക്കാറില്ല. ഇനി ഇവിടെ നോക്കി, ഇനി നെക്സ്റ്റ് പറയുന്നത് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനെ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ ലിമിറ്റ് ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുക്കുക. പിന്നെ നിങ്ങൾ എഴുതേണ്ട ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ തിയറം 3.11 അതിൽ ഇഫ് ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെറ്റ് ഓഫ് ടി എന്ന് എഴുതുക. ദെൻ ലിമിറ്റ് ടി ടെൻസ് ടു ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ആ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. ലിമിറ്റ് ടി ടെൻസ് ടു എക്സ് ഓഫ് ടി, ലിമിറ്റ് ടി ടെൻസ് ടു വൈ ഓഫ് ടി, ലിമിറ്റ് ടി ടെൻസ് ടു സെറ്റ് ഓഫ് ടി, അതുവരെ എഴുതിയാൽ മതി കേട്ടോ. അതാണ് എഴുതേണ്ടത്. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, ലിമിറ്റ് ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുത്തതിന് ശേഷം ഈ ഫസ്റ്റ് തിയറം 3.11 ആണ് എഴുതേണ്ടത്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കി, ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി സൈൻ ടി ടി എന്ന് വെച്ചാൽ കോസ് ടി ഐ പ്ലസ് സൈൻ ടി, ഒരു മിനിറ്റ്, കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് 40k എന്നാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ലിമിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റ് π/4 നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് ടി ടെൻസ് ടു π/4 ആർ ഓഫ് ടി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നിലും ലിമിറ്റ് കൊടുക്കണം. ഫസ്റ്റ് കോസ് ടിക്ക് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് ടി ടെൻസ് ടു π/4 കോസ് ടി ഇൻറ്റു ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു π/4 സൈൻ ടി ജെ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു π/4 40k. ഇവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഐ ജേത്ത് കേത്ത് കമ്പോണൻ്റ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ ലിമിറ്റും വരിക. അപ്പോൾ ഫസ്റ്റ് കോസ് ടി, അതായത് ഡയറക്റ്റ് ലിമിറ്റല്ലേ ആദ്യം നമ്മൾ കൊടുക്കുക. എന്നിട്ട് 0/0 ഒക്കെ ആണെങ്കിലല്ലേ എൽ ഹോപ്പിറ്റൽ അപ്ലൈ ചെയ്യാം. ഇവിടെ കോസ് π/4 എന്ന് പറയുന്നത് √2/2 ആണ് വരുന്നത്. അതേപോലെ സൈൻ π/4 നമുക്കറിയാം √2/2 ആണ്. ജസ്റ്റ് 4tയിൽ ടിക്ക് π/4 കൊടുക്കുമ്പോൾ 4π/4 വരും, അത് പൈ എന്ന് വരും. സോ √2/2 ഐ പ്ലസ് √2/2 ജെ പ്ലസ് പൈക്ക്. അതായത് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ലിമിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഐത്ത് കമ്പോണൻറ്റ് ലിമിറ്റ് ആ വാല്യൂ ഫംഗ്ഷൻ ആ വാല്യൂവിൽ കണ്ടുപിടിക്കുക. അതേപോലെ ജേത്ത് കമ്പോണൻറ്റ് ലിമിറ്റ് കണ്ടുപിടിക്കുക, കേത്ത് കമ്പോണൻറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് വെക്ടറാക്കി എഴുതിയാൽ മതി. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കോസ് πt 2/t³ log t ഡിവൈഡ് ബൈ t² - 1. ലിമിറ്റ് നമ്മൾ 1ലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിക്ക് എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. അപ്പോൾ എന്താ വരിക, കോസ് പൈയാണ് വരിക. കോസ് പൈയുടെ വാല്യൂ എന്താ, -1 ആണ്. സോ -i പ്ലസ് 2/t³ ആണ്. അപ്പോൾ 1 കൊടുത്താൽ 2 വരിക. അപ്പോൾ 2j പ്ലസ് log t/t² - 1. സോ 1 കൊടുത്താൽ log 1 0 അല്ലേ വരിക. log 1 0 ആണ് വരിക. t² - 1 എന്ന് പറയുന്നത് എന്തായിട്ട് വരും, 1 - 1 0. അപ്പോൾ 0/0 ഫോമാണ് അതിൻ്റെ ലിമിറ്റ് വരുന്നത്. സോ 0/0 ഫോം ആകുമ്പോൾ നമ്മൾ എൽ ഹോപ്പിറ്റൽ അപ്ലൈ ചെയ്യും. log ടിയുടെ ഡെറിവേറ്റീവ് എന്താ, 1/t ആണ് വരിക. താഴെ t² ഡെറിവേറ്റീവ് എന്താ വരിക, 2t ആണ് വരിക. സോ 1/t² ഡിവൈഡ് ബൈ 2t വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/2t² ആണ് വരിക. സോ 1/2 ആണ് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ഓരോ കമ്പോണൻറ്റിൻ്റെയും ലിമിറ്റ് കണ്ടുപിടിക്കുക. ഫസ്റ്റിൻ്റെ ലിമിറ്റ് ഇൻറ്റു ഐ പ്ലസ് രണ്ടാമത്തെ ലിമിറ്റ് ഇൻറ്റു ഐ ജെ പ്ലസ് മൂന്നാമത്തെ ലിമിറ്റ് ഇൻറ്റു കെ. അതാണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് വരിക. സോ ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. അതായത് ആർ ഓഫ് ടി, സ്മോൾ ലെറ്റർ ആർ ഓഫ് ടി എന്നാണ് റെപ്രസെൻറ്റേഷൻ. സം എക്സ് ഓഫ് ടി ഇൻറ്റു ഐ പ്ലസ് വൈ ഓഫ് ടി ഇൻറ്റു ജെ പ്ലസ് സം സെറ്റ് ഓഫ് ടി ഇൻറ്റു കെ എന്നാണ് നമ്മൾ എഴുതാറ്. പിന്നെ പഠിച്ചത് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് വെച്ചാൽ അത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. 2 ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിച്ചത്. ഒരെണ്ണം സർക്കുലർ ഹെലിക്സിനെയും ഒരെണ്ണം പരാബോളയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിച്ചത് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. ലിമിറ്റ് കണ്ടുപിടിക്കാൻ സെപ്പറേറ്റ് ഓരോ കമ്പോണൻറ്റിൻ്റെയും ലിമിറ്റ് ആ വാല്യൂവിൽ കണ്ടുപിടിക്കുക, എന്നിട്ട് വെക്ടറാക്കിയിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനാണ്. കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അതായത് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തരും. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഫസ്റ്റ് ഡെഫിനിഷൻ എഴുതുക കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടിന്യൂറ്റി